നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് കവിയൂർ കേസുമായി ബന്ധപ്പെട്ട് ഞാനൊരു വാർത്ത ചെയ്തത്. ആ വാർത്തയിൽ ഞാൻ സ്പർശിച്ചിട്ടുള്ളത് ശ്രീലേഖ IPS തട്ടിപ്പിനെ കുറിച്ചാണ്. എന്താണ് ശ്രീലേഖ IPS നടത്തിയ തട്ടിപ്പ്? അതിനെപ്പറ്റി പറയുമ്പോൾ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം വിവരിക്കണം. അതായത് കവിയൂർ പെൺവാണിഭ കേസ് എന്താണെന്ന് കൃത്യമായി പറയണം. കവിയൂർ പെൺവാണിഭ കേസ് എന്ന് പറയുന്നത് കിളിരൂർ പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവ പരമ്പരയാണ്. കിളിരൂർ കേസിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത് ലതാ നായരാണ്. ലതാ നായർ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ അവർ ഒളിവിലായി താമസിക്കാൻ വന്നത് നാരായണ നമ്പൂതിരിയുടെ വീട്ടിലായിരുന്നു. നാരായണ നമ്പൂതിരി എന്ന് പറയുന്നത് കവിയൂരിലെ മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു അനഘ ജ്യോതിശാലയം നടത്തുന്നുണ്ട്. ഈ അനഘ ജ്യോതിശാലയത്തിൽ ആണ് സ്ഥിരമായിട്ട് ലതാ നായർ വരാറുള്ളത്. അവരുടെ ഭാവിയും ബോധമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വരാറുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് നാരായണ നമ്പൂതിരിയുടെ മകൾ അനഘയെ അവർ കാണുകയും അതീവ സുന്ദരിയായ ഗോതമ്പിൻ്റെ നിറമുള്ള വെളുത്തു സുന്ദരിയായ 15 വയസ്സുള്ള എന്നാൽ ആവശ്യത്തിലധികം വളർച്ചയുള്ള പെൺകുട്ടിയെ കണ്ട് ഇത് തനിക്ക് പറ്റിയ ആളാണെന്നും ഇവരെ വിൽക്കാൻ കിട്ടുകയാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്നും ലതാ നായർ കൃത്യമായി പ്ലാൻ ചെയ്തു. അങ്ങനെ വളരെ തന്ത്രപരമായി ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് സിനിമാ മോഹങ്ങൾ കുത്തിവെച്ചു. സാവകാശം സിനിമയ്ക്ക് പോകാമെന്ന് പറയും, അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് പറയും. അങ്ങനെ പല അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോകാനും അതേപോലെ സിനിമ കാണാനും എന്നുള്ള പേരിൽ പലർക്കും കാഴ്ചവെക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയി. അങ്ങനെയാണ് നാരായണ നമ്പൂതിരിയുടെ മകളുടെ കോടിയേരി ബാലകൃഷ്ണൻ MA ബേബിയുടെ മകൻ, കോടിയേരിയുടെ ബാലകൃഷ്ണൻ്റെ മകൻ, അതേപോലെ സജി നന്ദ്യാട്ട് എന്ന പ്രൊഡ്യൂസർ, അതേപോലെ കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥ് തുടങ്ങിയവർക്ക് കാഴ്ചവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് അനഘയുടെ സുഹൃത്ത് ജസ്റ്റിസ് ബസന്തിന് അയച്ചത്. അതിനെ തുടർന്ന് ക്രൈം ഇതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷണം നടത്തുകയും ഇവരെല്ലാവരും തന്നെ കുറ്റക്കാരാണെന്ന് പറയുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് തന്നെ ക്രൈം ഒന്നല്ല പല അന്വേഷണ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. ഇതിനെതിരെ കോടിയേരി ബാലകൃഷ്ണൻ MA ബേബിയും വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും വെല്ലുവിളിച്ചിട്ടും അവർ എനിക്കെതിരെ ക്രൈമിനെതിരെ കേസ് ഫയൽ ചെയ്തല്ല. 50 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ആദ്യം മുതൽ ഇത് അട്ടിമറിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ശ്രീമതി ടീച്ചർ. അന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിരുന്നു. അവർ കിളിരൂർ കേസിൽ ആ ശാരിയെ ICUവിൽ ചെന്ന് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് അവരുടെ പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കവിയൂർ കേസിൽ 2004 സെപ്റ്റംബർ 27 നടക്കുന്നത് രാത്രി അല്ലെങ്കിൽ രാവിലെ പുലർച്ചയ്ക്ക്. അപ്പോൾ 29-ാം തീയതി അവർ തിരുവല്ലയിലെത്തുകയും അവിടെ ഒരു പത്രസമ്മേളനം നടത്തി. ഈ അനഘ കന്യകയാണെന്നാണ് അവർ വിളിച്ചു പറഞ്ഞത്. അതേപോലെ ഇവരെല്ലാവരും ആത്മഹത്യ ചെയ്തു എന്നാണ് വിളിച്ചു പറഞ്ഞത്. അവർക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്? യഥാർത്ഥത്തിൽ ഇവരെ ആത്മഹത്യയല്ല, അത് കൊലപാതകമായിരുന്നു. അതോടൊപ്പം ഈ കുട്ടി കന്യാചർമ്മങ്ങൾ നിരന്തരമായി വിച്ഛേദിക്കപ്പെട്ടിരുന്നു, ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ഈ കൊല്ലപ്പെടുന്ന സമയത്ത് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തിരുന്നു. അങ്ങനെ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു നടന്നിരുന്നത്. ആ കൊലപാതകത്തിൽ ഈ കുട്ടി ആ കുട്ടിയുടെ രഹസ്യഭാഗത്ത് സ്പേം ആൻഡ് സ്പെർമറ്റോസോവി ഉണ്ടായിരുന്നു. അതായത് ശുക്ലവും ശുക്ലസ്രാവവും ഉണ്ടായിരുന്നു. അതായത് കൊല്ലപ്പെടുന്ന അതേ സന്ദർഭത്തിൽ തന്നെയാണ് ഈ ശുക്ലവും ശുക്ലസ്രാവവും ഉണ്ടായത് എന്ന് അതിൻ്റെ അർത്ഥം ആ സമയത്താണ് ബലാത്സംഗം നടന്നത്. ഇതിൽ നാരായണ നമ്പൂതിരിയും അതേപോലെ കുടുംബവും ആത്മഹത്യ ചെയ്തു എന്ന് പോലീസ് റിപ്പോർട്ടിലും CBI റിപ്പോർട്ടിലും പറയുമ്പോൾ തന്നെ നാരായണ നമ്പൂതിരി തൂങ്ങി മരിച്ചു എന്നും മറ്റുള്ളവർ എല്ലാവരും പാൽക്കഞ്ഞിയിൽ വിഷം ചേർത്ത് ക്ലോറിപൈരിഫസ് എന്ന് പറയുന്ന കീടനാശിനി കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നുമാണ് റിപ്പോർട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇത് അന്വേഷണം ഏറ്റെടുത്തിരുന്നത് ശ്രീലേഖ IPS DIG അന്വേഷണ ചുമതലയുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏറ്റവും അധികം വിലപ്പെട്ട തെളിവ് എന്ന് പറയുന്നതാണ് DNA ടെസ്റ്റിനുള്ള ഈ ശുക്ലവും ശുക്ലസ്രാവവുമാണ്. അത് DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആരാണ് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ശ്രീലേഖ IPS അത് അട്ടിമറിക്കുകയായിരുന്നു. കാരണം ഇവർ ഈ DNA ടെസ്റ്റിന് അയച്ചെങ്കിലും അവിടെ ഈ DNA ടെസ്റ്റിന് കൊടുത്ത മെറ്റീരിയൽ നശിപ്പിക്കപ്പെട്ടു, അതെല്ലാം കളഞ്ഞുപോയി എന്ന് പറയുന്നൊരു ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഉണ്ടാക്കിയത്. അത് എപ്പോഴാണ് പുറത്തു വരുന്നത്? വർഷങ്ങൾക്ക് ശേഷം. എന്നാൽ ഈ സമയത്ത് തന്നെ അപേക്ഷ കൊടുത്ത് കൃത്യമായി ഫോളോ ചെയ്ത് അത് കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ അത് യഥാർത്ഥ കുറ്റവാളികളെ
നിമിഷ നേരം കൊണ്ട് അറസ്റ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ ശ്രീലേഖ IPS രാഷ്ട്രീയക്കാരുടെ അടിമയായിരുന്നു. തൻ്റെ ഉദ്യോഗത്തിൽ വളർച്ച കിട്ടുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ പണമുണ്ടാക്കുന്നതിന് വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ഈ DNA ടെസ്റ്റ് നടത്താതിരുന്നത്. അതിലും ഭീകരമായൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഈ കേസ് CBIക്ക് അന്വേഷണത്തിന് കൊടുത്തതിന് കാരണം ഞാനാണ്. എൻ്റെയും കൂടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. CBI ആദ്യം അന്വേഷണം നടത്തി ഇതിൽ ലതാ നായർ മാത്രമാണ് പ്രതി എന്നാണ് റിപ്പോർട്ട് കൊടുത്തിരുന്നത്. അതിൽ എൻ്റെ വാദത്തെ തുടർന്നിട്ടാണ് അത് നേരിട്ടുള്ള വാദത്തെ തുടർന്നാണ് അത് പിന്നീട് തുടരന്വേഷണത്തിന് പ്രഖ്യാപിച്ചത്. അതായത് ലതാ നായർ മാത്രമാണ് പ്രതിയെങ്കിൽ ആരാണ് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തത് എന്ന് ഉത്തരം പറയണമെന്ന് ഞാൻ കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോഴാണ് കോടതി അത് ബോധ്യപ്പെടുകയും ഇതിലെ യഥാർത്ഥ രാഷ്ട്രീയക്കാരായ കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, MAയുടെ മക്കൾ, MA ബേബിയുടെയും കോടിയേരിയുടെയും മക്കൾ ഇവരെല്ലാവരുമാണ് എന്നുള്ള കത്തിലെ കാര്യങ്ങളടക്കം അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഉത്തരവിട്ടത്. അങ്ങനെ ആ ഉത്തരവിട്ട കോടതി ഉത്തരവിനെ എല്ലാം മറികടന്നുകൊണ്ട് അന്നത്തെ CBI കമ്മീഷണറായിരുന്ന SP ആയിരുന്ന നന്ദകുമാരൻ നായർ എന്ന പരമതെണ്ടി, കേരളം കണ്ടുള്ള CBI കണ്ടുള്ള ഏറ്റവും വലിയ കള്ളൻ, അദ്ദേഹം എഴുതിയുണ്ടാക്കി എന്താ അറിയാമോ? ഇത് നാരായണൻ നമ്പൂതിരി സ്വന്തം മകളെ ബലാത്സംഗം ചെയ്തു എന്നാണ്. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? യാതൊരു തെളിവുമില്ല. സ്വന്തം പിതാവിനെ മകൾ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കഥയുണ്ടാക്കി കൊണ്ടുവന്നത് ആരാണ്? യഥാർത്ഥത്തിൽ നാരായണൻ നമ്പൂരി, ഈ പറയുന്ന SP നന്ദകുമാരൻ നായരാണ്. ഈ നന്ദകുമാരൻ നായരുടെ റിപ്പോർട്ടിനെ ഞാൻ വെല്ലുവിളിച്ചു കോടതിയിൽ. ആ വെല്ലുവിളിച്ചപ്പോൾ അതിൽ DNA ടെസ്റ്റ് നടത്തിയിരുന്നില്ല എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അപ്പോൾ DNA ടെസ്റ്റ് നടത്തിക്കേണ്ടത് ആരായിരുന്നു? അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥയായ ഈ പറയുന്ന നമ്മുടെ ശ്രീലേഖ IPS ആയിരുന്നു. എന്നാൽ അവരതിനുള്ള ഏർപ്പാടുകളൊന്നും ചെയ്തില്ല. ഈ DNA ടെസ്റ്റിന് ആവശ്യമായ മെറ്റീരിയലെല്ലാം കൊണ്ടുപോയി, ശുക്ലസ്രാവവും കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ അതേ ദിവസം അവിടെ ഈ ഗുണ്ടാ സംഘത്തോടൊപ്പം ഇവരെ കൊല്ലാൻ വേണ്ടി ഗോപിനാഥിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ബിനീഷ് കോടിയേരിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം പോയിരുന്നവരിൽ ഒരാൾ ശ്രീമതി ടീച്ചറുടെ മകനായിരുന്നു എന്നുള്ള ഒരു കത്ത് തന്നെ എനിക്ക് വന്നിരുന്നു. ഈ കത്ത് അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ കോടതി സമർപ്പിച്ചിരുന്നു. അതിൻ്റെ അഫിഡവിറ്റ് ഞാൻ സമർപ്പിച്ചിരുന്നു. അപ്പോൾ ഈ കത്തിലെ വിവരങ്ങൾ പ്രകാരം അന്ന് രാത്രി 2007 സെപ്റ്റംബർ 27 രാത്രി ആ വീട്ടിൽ ഒരു വലിയ സംഘം, ഗുണ്ടാ സംഘം, പോലീസുകാരായ അടക്കമുള്ള ഗുണ്ടാ സംഘം കയറുകയും ഈ പെൺകുട്ടിയെ ശ്രീമതി ടീച്ചറുടെ മകൻ ബലാത്സംഗം ചെയ്തു എന്നാണ് എനിക്ക് ആ പോലീസുകാരൻ അയച്ച കത്തിലുണ്ടായിരുന്നത്. അതിൽ ഈ കൊലപാതകത്തിന് വേണ്ടി പറഞ്ഞയക്കപ്പെട്ട പോലീസുകാരൻ കുറ്റബോധം കൊണ്ടാണ് എനിക്ക് കത്തയച്ചിരുന്നത്. ആ കത്തിലെ വരികളെല്ലാം ഞെട്ടിക്കുന്നതായിരുന്നു. ഇതിൽ നേരത്തെ അനഘയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ബസന്തൻ അയച്ച കത്തിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്ന നിലയിലാണ് ഈ കുട്ടിയോട് പരിചയപ്പെടുത്തിയതും ലതാ നായർ. അങ്ങനെ ലതാ നായർ പരിചയപ്പെടുത്തിയ ശേഷം ഈ കുട്ടി സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പറയുന്ന ആൾ കോടിയേരി ബാലകൃഷ്ണൻ വഴങ്ങിക്കൊടുത്തു എന്നുമാണ് ഈ കത്തിൽ പറയുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയക്കാരനാണെന്നും CPMൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണെന്നൊക്കെ ആ കുട്ടി TV-യിൽ നിന്ന് കാണുകയും അവസാനം അന്ന് CPM സെക്രട്ടറി ആയിരുന്നില്ല, CPMൻ്റെ നേതാവായിരുന്നു എന്നെല്ലാം മനസ്സിലാക്കുകയും അവസാനം ആ കുട്ടി ലതാ നായരോട് തട്ടിക്കയറി എന്നുമൊക്കെയാണ് ഈ കത്തിൽ പറയുന്നത്. ഇതേപോലെ തന്നെയാണ് 5 ഫിംഗേഴ്സ് എന്നുള്ള സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് സിനിമാ നടിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് MA ബേബിയുടെ മകൻ കോടിയേരിയുടെ മകൻ, അതേപോലെ സജി നന്ദ്യാട്ട്, അതേപോലെ കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥ് തുടങ്ങിയവർക്കെല്ലാം ലതാ നായർ കാഴ്ചവെച്ചത് ഈ കുട്ടിയെ എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള അതീവ സുന്ദരിയായ നർത്തകിയായ അനഘായ കണ്ടാൽ ആരും കൊതിക്കുമായിരുന്നു. അത്രയും സുന്ദരിയായിരുന്നു ആ പെൺകുട്ടി. കൊല്ലപ്പെട്ട ശേഷം എൻ്റെ ഹർജിയെ തുടർന്ന് തുടരന്വേഷണത്തിന് പ്രഖ്യാപിച്ച ശേഷം SP നന്ദകുമാർ നായർ എഴുതി പിടിപ്പിച്ചത് എന്താണ്? അതായത് അച്ഛൻ നാരായണ നമ്പൂതിരിനെയാണ് ഇത് പീഡിപ്പിച്ചതെന്നാണ്. ലോകത്തിലായതെങ്കിലും അച്ഛന്മാരങ്ങനെ പറയുമോ? ഈ SP നന്ദകുമാർ നായർ അച്ഛനല്ലേ? ഞാൻ ഈ കാര്യം കോടതി ചോദ്യം ചോദിച്ചു. ഈ പറയുന്ന റിപ്പോർട്ട് എഴുതി കൊണ്ടുവന്ന നന്ദകുമാരൻ നായർ അച്ഛനല്ലേ? അദ്ദേഹം സ്വന്തം മകളെ ഇങ്ങനെ പീഡിപ്പിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ശരിയായിരിക്കാം,
അല്ല എങ്കിൽ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുമോ? ഇവിടെ എന്തെങ്കിലും തെളിവുണ്ടോ? DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? DNA ടെസ്റ്റുള്ള റിപ്പോർട്ടുണ്ടോ? അല്ലെ മറ്റു സാഹചര്യ തെളിവുകളുണ്ടോ? അദ്ദേഹം പറഞ്ഞത് 2004 സെപ്റ്റംബർ 25 ശേഷം ഇവരാരും പുറത്തു പോയിട്ടില്ല എന്നാണ്. എന്നാൽ 2004 സെപ്റ്റംബർ 25 തന്നെ ഈ കുട്ടി നാരായണ നമ്പൂതിരിയെ കോട്ടയം പോലീസിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും സുരേഷ് എന്ന് പറയുന്ന CI ചോദ്യം ചെയ്യുകയും ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ ലതാ നായർ ഒളിവിൽ താമസിച്ചപ്പോൾ എല്ലാ കാര്യം പറഞ്ഞു. അതായത് സ്വന്തം മകളെ പലർക്കും കാഴ്ചവെക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അതിൽ കോടിയേരി ബാലകൃഷ്ണനും കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥനും അതേപോലെ ബിനീഷ് കോടിയേരിയും അതേപോലെ MIBയുടെ മകനും അതേപോലെ സജി നന്ദ്യാട്ടും തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യം നാരായണ നമ്പൂതിരിയോട് ലതാ നായർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തി എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അങ്ങനെ ലതാ നായർ ഈ പറയുന്ന നാരായണ നമ്പൂതിരി പോലീസ് സൂപ്രണ്ടിനോട് അനഘയുടെ പിതാവ് ലതാ നായർ ഈ പോലീസ് CIയുടെ വിവരങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്ന സമയത്ത് പറഞ്ഞപ്പോൾ ഈ കാര്യമെല്ലാം അന്നത്തെ പോലീസ് സൂപ്രണ്ടായ ഗോപിനാഥനോട് സുരേഷ് പറയുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാരായണ നമ്പൂതിരിയും കുടുംബവും ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം വലിയ ആപത്താണെന്നും നാളെ ഇവരെ അടക്കം അറസ്റ്റിലാകുമെന്നും ഗോപിനാഥനടക്കം ഈ പറയുന്ന നേതാക്കന്മാരടക്കം അറസ്റ്റിലാകുമെന്നും അവസാനം ജീവിതം കട്ടപ്പുകയാകുമെന്നുമുള്ള മനസ്സിലാക്കിയിട്ടാണ് ഇവരെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ ടീമിനെ അയക്കുന്നത്. അങ്ങനെയുള്ള കഥ ട്വിസ്റ്റ് ചെയ്ത് നന്ദകുമാർ നായർ അച്ഛൻ നാരായണ നമ്പൂതിരി തന്നെയാണ് ഈ മകളെ പീഡിപ്പിച്ചത് എന്ന കഥ പറഞ്ഞപ്പോൾ അത് പൊളിച്ചടുക്കിക്കൊണ്ട് ഞാൻ രംഗത്ത് വരികയും അവസാനം കോടതി ശക്തമായ ഭാഷയിൽ നന്ദകുമാർ നായരെ താക്കീത് നൽകുകയും ചെയ്തു. ആദ്യം റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു, വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിട്ട് വീണ്ടും ഇത് തന്നെ റിപ്പോർട്ടായി വന്നു, വീണ്ടും അത് തള്ളിക്കളഞ്ഞു. 4 തവണ തള്ളിക്കളഞ്ഞ ശേഷം ഷെയിംഡ് CBI എന്ന് പറഞ്ഞിട്ടാണ് ഈ നന്ദകുമാർ നായരെ വിശേഷിപ്പിച്ചത്. അവസാനം അദ്ദേഹം ഇനി അന്വേഷിക്കാൻ പാടില്ല എന്ന് തിരുവനന്തപുരം CBI കോടതി ഉത്തരവിടേണ്ടി വന്നു. ആ കേസിൽ നേരിട്ടാണ് ഞാൻ വാദിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ DNA ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ, അതായത് അനഘയുടെ രഹസ്യഭാഗത്തു നിന്ന് കിട്ടിയ ശുക്ലവും ശുക്ലസ്രാവവും ടെസ്റ്റ് ചെയ്തിട്ട് DNA ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ആരാണ് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്ന് കൃത്യമായി കണ്ടെത്താമായിരുന്നു. മാത്രമല്ല ഈ കൊലപാതകം തെളിയിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ അതിന് CBI അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാർ നായരോ തയ്യാറായില്ല. എന്നാൽ ഇതിന് കാരണക്കാരിയായിട്ടുള്ളത് ഈ DNA ടെസ്റ്റ് നടത്തേണ്ട സന്ദർഭത്തിൽ അന്നത്തെ പോലീസ് സൂപ്രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥയായ DG ശ്രീലേഖയായിരുന്നു അന്വേഷണ ചുമതലയുണ്ടായിരുന്നത്. അവരായിരുന്നു ഇത് കൃത്യമായി DNA ടെസ്റ്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ കൊടുപ്പിക്കേണ്ടതും എല്ലാം തന്നെ നടത്തേണ്ടതും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ റിസൾട്ട് മേടിപ്പിക്കേണ്ടതും എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യേണ്ടതെല്ലാം അവരായിരുന്നു. എന്നാൽ അവർ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നന്ദകുമാർ നായർക്ക് നാരായണ നമ്പൂതിരിയാണ് പിതാവെന്നൊക്കെ പറഞ്ഞ് കള്ളക്കഥ കോടതിയിൽ അവതരിപ്പിക്കാൻ പണം വാങ്ങിയും പെണ്ണുങ്ങൾക്ക് വേണ്ടിയും, അതായത് അയാളൊരു സ്ത്രീലമ്പടനായിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള നന്ദകുമാർ നായർക്ക് പണം കൊടുത്തും പെണ്ണ് കൊടുത്തും ആണ് കേസ് അട്ടിമറിച്ചത് എന്നുള്ള വിവരങ്ങൾ നേരത്തെ ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ഈ ശ്രീലേഖ IPS വേറൊരു കള്ളത്തരം കൂടി ചെയ്തു. ഈ പറയുന്ന കത്ത് ജസ്റ്റിസ് ബസന്തിന് അന്ന് ഈ കേസ് പരിഗണിച്ചിരുന്ന ജസ്റ്റിസ് ബസന്തിന് വന്ന കത്ത് ഇത് ഫോർവേഡ് ചെയ്ത് എങ്ങോട്ടാണെന്ന് അറിയാമോ? ഈ അന്വേഷണ ഉദ്യോഗസ്ഥയായ DIG ശ്രീലേഖൻ്റെ അടുത്തേക്കായിരുന്നു. അവിടെ നിന്നാണ് എനിക്കൊരു കോപ്പി കിട്ടുന്നത്, ആരോ അവിടെയുള്ളൊരു ഉദ്യോഗസ്ഥൻ അയച്ചിരുന്നത്. അതേപോലെ രാജശേഖരൻ നായർ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ അയച്ചു കൊടുക്കുന്നത്. ഞങ്ങളെല്ലാം അന്വേഷണം നടത്തി ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അത് അന്ന് ഞാൻ ശ്രീലേഖയുടെ കാര്യം ചോദിച്ചിരുന്നു. അവർ സത്യമാണെന്ന്, ഇങ്ങനെ കത്ത് വന്നതെല്ലാം സത്യമാണെന്നും ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇതേ ശ്രീലേഖ IPS കവിയൂർ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് CBI അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്ത മൊഴിയിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ കത്ത് കിളിയൂർ കേസിലേക്ക് വന്നതാണ്, അതുകൊണ്ട് കിളിയൂർ കേസിലെ എവിടെയെങ്കിലും ഫയലിൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ കവിയൂർ കേസിനോട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് മൊഴി പറഞ്ഞില്ല?
അവരും കോടിയേരി ബാലകൃഷ്ണനെയും MA ബേബിയെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സിനിമാ നിർമ്മാതാക്കളെയും അതേപോലെ നമ്മുടെ ജോയ് ആലുക്കാസിനെ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ അകത്ത് ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. എന്തായാലും ശ്രീലേഖ IPS ഇപ്പോൾ ഇലക്ഷന് നിൽക്കുകയാണ്. വളരെ മാന്യത ചമഞ്ഞിട്ടാണ് അവർ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഇവരെപ്പോലെ ഇത്രയും നല്ലൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നല്ലൊരു പാവപ്പെട്ട കുടുംബത്തെ കൊല്ലാക്കൊല്ല ചെയ്യിച്ചിട്ട് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യിച്ചിട്ട് അത് അന്വേഷണം നടത്തി തെളിയിക്കേണ്ട പോലീസ് ഓഫീസർ പണം വാങ്ങിയോ അല്ലെങ്കിൽ മറ്റു രീതിയോ എല്ലാം വഴങ്ങിയിട്ട് ആ കേസ് അട്ടിമറിക്കാൻ നേതൃത്വം നൽകി എന്നുള്ളതാണ് സത്യം. അതുതന്നെയാണ് നമ്മുടെ പോലീസിലെ ഇത്തരം പോലീസ് ഓഫീസർമാരുടെ നമ്മുടെ നാടിൻ്റെ ശാപം എന്ന് പറയുന്നത്. ഇത്തരം പോലീസ് ഓഫീസർമാരെയാണ് BJP ഇപ്പോൾ ഇലക്ഷന് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ലജ്ജാകരം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. നന്ദി, നമസ്കാരം.